വെൽക്കം ബാക്ക് ടു മൈ അനന്തര വീഡിയോ. അപ്പോൾ നമ്മളെന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കണ്ട വീഡിയോ തന്നെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പ്ലേ സെറ്റിങ്സ് എങ്ങനെ ആഡ് ചെയ്യണം, ഇതൊക്കെ എങ്ങനെ മാറ്റം വരുത്തണം എന്ന കാര്യവുമായിട്ടാണ്. ഫസ്റ്റ് നമ്മൾ സ്മാർട്ട് അസിസ്റ്റും കാര്യങ്ങളാണ് നോക്കുന്നത്. സ്മാർട്ട് അസിസ്റ്റ് നമ്മൾ ഓണാക്കി വെക്കലാണ് സ്ഥിരം. കാരണം സ്മാർട്ട് അസിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ട്രിപ്പിൾ ചെയ്യേണ്ട സിറ്റുവേഷനിൽ ട്രിപ്പിൾ ചെയ്യലൊക്കെ തന്നെ ട്രിപ്പിൾ ചെയ്ത് പോകുന്നതാണ്. പിന്നെ പാസിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ആക്യുറസിയും പിന്നെ അതുപോലെ നമ്മളെ അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സ്മാർട്ട് അസിസ്റ്റ്. സ്മാർട്ട് അസിസ്റ്റ് ഓണാക്കേണ്ടവർക്ക് ഓണാക്കാം, ഓഫാക്കേണ്ടവർക്ക് ഓഫാക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ടച്ച് ആൻഡ് ക്ലിക്കാണ് കൺട്രോൾ ടൈപ്പ്. എനിക്ക് വിർച്വൽ പാഡാണ് ഞാൻ യൂസ് ചെയ്യൽ. ടച്ച് ക്ലിക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്, അത് പിന്നെ ഓരോരുത്തരുടെയും ചോയ്സാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡയറക്ഷണൽ സ്റ്റിക്ക് ടൈപ്പാണ്. ഞാനിപ്പോൾ ഫിക്സഡ് ആണ് കൊടുത്തത്. കാരണം ഫിക്സഡ് കൊടുത്താൽ നമ്മളെ പാസ്സൊക്കെ കൊടുക്കുന്ന ഡയറക്ഷണൽ സ്റ്റിക്ക് എന്താവും, അവിടെ തന്നെ നിൽക്കും. മൂവ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഡയറക്ഷണൽ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഓഫ് കൊടുത്താൽ ഡയറക്ഷണൽ സ്റ്റിക്ക് ഉണ്ടാവില്ല, നമ്മൾ ടച്ച് ക്ലിക്ക് പോലെ കളിക്കേണ്ടി വരും. നെക്സ്റ്റ് കൂസർ ചേഞ്ച് ആണ്. കൂസർ ചേഞ്ച് നമ്മൾ കൊടുക്കുന്ന സെമി ഓട്ടോ മാനുവലൊന്നും കൊടുക്കരുത്. ഇത് നമ്മൾ കൊടുക്കേണ്ട അസിസ്റ്റഡ് ആണ്. അസിസ്റ്റഡ് നമ്മളെ ഫെസിലിറ്റി ഉണ്ടാകുക സെമി ഓട്ടോ ആയിരിക്കും. പക്ഷേ അസിസ്റ്റഡ് കൊടുത്താലാണ് ഇത്തിരി കൂടി നല്ലതാവുകയുള്ളൂ. കാരണം അസിസ്റ്റഡ് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന ഓരോ പാസും കാര്യങ്ങളും ഡിഫെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട്. യൂസർ ചേഞ്ച്. മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ചാണ്. മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ച് ഞാൻ പറയുന്നത് നാരോ കൊടുക്കാനാണ്. മീഡിയത്തിൽ നിന്ന് നാരോ കൊടുക്കുക. മൂവ്മെൻറ്റ് ഔട്ട്പുട്ട് റേഞ്ച് നാരോ ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനിപ്പോൾ ബട്ടണിൽ നോക്കുകയാണെങ്കിൽ ഡാഷ് ഇവിടെ ഞാൻ മാച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫുട്ബോളിൽ അധികം കളിക്കലില്ലായിരുന്നു, ഇപ്പോൾ തുടങ്ങിയതാണ്. പിന്നെ കളിക്കലും കാര്യങ്ങളൊക്കെ പെസ്സിലാണ് അധികം യൂസ് ചെയ്തത്. ഇവിടെ മാച്ചപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രഷറായിരുന്നു. അതുകൊണ്ട് തന്നെ മാച്ചപ്പും കാര്യങ്ങളൊന്നും മുകളിൽ ഇവിടെ സെറ്റ് ആകാത്തതുകൊണ്ടാണ് താഴെ നമ്മൾ മാച്ചപ്പ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കളിക്കുക. നെക്സ്റ്റ് ബൂട്ടൺ അപ്പോസിറ്റി ആണ്. ബൂട്ടൺ അപ്പോസിറ്റി 60 to 80% കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലോണം പാസ് ചെയ്യുന്ന ആളാണെങ്കിൽ 60 to 80 ഒക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 20 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫെൻഡിങ് കൺട്രോൾ ടൈപ്പാണ്. ഡിഫെൻഡിങ് കൺട്രോൾ ടൈപ്പ് പ്രഷർ സ്റ്റൈലുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ സ്റ്റാൻഡേർഡാണ് കൊടുക്കാറ്. ഇപ്പോൾ പാസ് സെർച്ച് ഗൈഡ് കൊടുത്താൽ നമുക്ക് പാസ് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പാസ് കൃത്യമായ പാസ് സെർച്ച് ചെയ്ത് എവിടെ ആളുണ്ടോ വിഷൻ സെറ്റ് ആകുന്നതാണ്. സ്റ്റാമിന ഗോജ് ഞാൻ ഓണാക്കലില്ല. സ്റ്റാമിന ഗോജ് ഓണാക്കിയാൽ നമുക്ക് നമ്മളെ പ്ലേയേഴ്സിൻ്റെ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഡിസ്പ്ലേയോട് ഹൈ ആയി തന്നെയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ഇത്രയാണ് ഒരു പ്ലേ സെറ്റിങ്സിൽ നല്ലൊരു പ്ലേ സെറ്റിങ്സ് എന്ന് പറയാനുള്ളത്. എത്രയുള്ള ഇന്നത്തെ വീഡിയോ.